Good morning, sir. Yes, good morning. Good morning, sir. Okay, Megha, good morning. Good morning, sir. Okay, Aridi, good morning. Good morning, sir. Okay, good morning. Sandhya Shibu. പിന്നെ അധികം നാളെ നമ്മൾ തമ്മിൽ കാണുന്നില്ല അല്ലേ? We are coming to the end. Okay. സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട്. ഓക്കെ, ശരിയാ. ഓക്കെ മേഘ. ഓക്കെ. യെസ്. അപ്പൊ നമ്മള് റിപ്പോർട്ടർ സ്പീച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ സ്പീച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓരോ ടെൻസുകൾ വരുമ്പോൾ ഏതൊക്കെ ടെൻസിലേക്കാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് വന്നപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ അതിന്റെ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു. ഇത്രയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്? അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? അതെ സർ. ഇത്രയും പേരെ പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ. വെരി ഗുഡ്. യെസ്. ഓക്കെ മേക്കപ്പ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു ടെൻസിലോട്ട് പോവുകയാണ്. അടുത്ത ഒരു ടെൻസിലേക്ക് നമ്മൾ പോയിട്ട് ആ ടെൻസിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരും അല്ലെങ്കിൽ സെന്റൻസ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ഏത് ടെൻസിലോട്ടാണ് മാറ്റി എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ. ഞാനിപ്പോ ഒരു വാചകം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ആരംഭിക്കാം. അന്ന് എനിക്ക് കീ സെറ്റ് ഇനി ഇൻവെർട്ടഡ് കോമയില് the boy is playing, playing. അപ്പൊ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാം. ഓക്കെ, അത്രയും മതി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കീ സെറ്റ് അവൻ പറയുകയാണ് the boy is playing. ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. the boy is playing. അപ്പൊ നമുക്കിനി അറിയേണ്ടത് ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന സെന്റൻസിന്റെ ടെൻസ് അറിയണം. ഏതാ ടെൻസ്? Present continuous. പ്രസന്റ് കണ്ടിന്യൂസ് ഇസ് എ കറക്റ്റ് ആൻസർ. പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ടെൻസ്. അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എ പ്ലസ് വെർബ് പ്ലസ് ING. അതിനെയാണ് നമ്മൾ ഇത് പറയുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ദ ബോയ് എന്നുള്ള സബ്ജക്റ്റ് ആണ്. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അല്ല ഈസ് ഉണ്ട്. പ്ലേ എന്ന് പറയുന്ന വെർബ് ഉണ്ട്. അതിന്റെ കൂടെ എന്തുകൂടിയുണ്ട്? ING കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസാണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മാറ്റി എഴുതുമ്പോൾ ഏത് ടെൻസിലോട്ട് മാറ്റി എഴുതും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർക്കെങ്കിലും പറയാമോ ഏത് ടെൻസിലോട്ട് മാറ്റി എഴുതേണ്ടത്? പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണോ? കറക്റ്റ് ആണ്, ശരിയാ. അതിന് മാറ്റി എഴുതേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസിലോട്ടാണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കുക. സബ്ജക്റ്റ് വരും, വാസ് അല്ലെങ്കിൽ വേറെ വരും, പിന്നെ വെർബ് അതിന്റെ കൂടെ ING. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ എങ്ങോട്ട് മാറ്റി എഴുതണം? പാസ്റ്റ് കണ്ടിന്യൂസ്. അത് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചു. തന്നിരിക്കുന്ന വാചകം പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം എന്ന് സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. യെസ്, ഓക്കെ. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. അപ്പൊ ഇതുവരെ നമ്മൾ 4 ടെൻസിന്റെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. ഞാൻ എല്ലാവരും കൂടി ഒന്നുകൂടി പറയാണ്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം.
സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റണം. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ കണ്ടീഷണൽ ഫോമിലേക്ക് മാറ്റണം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എങ്ങോട്ട് മാറ്റണം? അതിനെ പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറ്റണം. നമ്മുടെ കേസ്. അപ്പൊ ഓക്കെ, പ്രിയ യോസ് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. He said the boy is okay, correct ആണ്. He said that the boy was playing. He said that the boy was playing. Correct answer ആണ്, കൃത്യമാണ്, ശരിയാണ് കേട്ടോ. യെസ്. അടുത്തത് ഒരു വാചകം എഴുതിക്കോ. She said. She said I am feeling FEELING. I am feeling better. BETTER, better. I am feeling better. Yes. I am feeling better. എനിക്ക് നല്ല സുഖം തോന്നുന്നു. She said I am feeling better. ആൻസർ എന്ത് വരും? ശരിയാ, ഐ ഒരു മിസ്റ്റേക്ക് വന്നു. ഐയില് ബാക്കി അത് ശരിയാണ്, അതുകൊണ്ട് കറക്റ്റ് ആക്കിയാൽ മതി. എവിടെയാണ് അതിന്റെ കണക്ഷനൊക്കെ പോയാ? അവളല്ല പറയുന്നത് എനിക്ക് സുഖമാണെന്ന്. ഓക്കെ 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 ഓക്കെ, ശരി. ഓക്കെ പ്രിയ ജോസ്, കറക്റ്റ് ആണ്. ഓക്കെ ആരതി, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ കഴിഞ്ഞ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? She said that she was feeling better. She said that she was feeling better. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് അതിന്റെ ആൻസർ. ഓക്കെ, ഞാൻ ഈ ഒരെണ്ണം കൂടി പറയാം, നിങ്ങളൊന്ന് ആലോചിച്ച് ചെയ്താൽ മതി. He said. He said. It is very delightful. DELIGHTFUL, delightful performance. PERFORMANCE, performance. ഒന്നുകൂടി പറയാം. He said it is very delightful performance. Yes. എഴുതിക്കോളൂ. അപ്പൊ ഇതിനകത്ത് വെർബോ ING ഒന്നുമില്ല, ഈസേ ഉള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഈസ് മാത്രമുള്ളെങ്കിൽ ഈസ്, ആം, ആറ്, ഇത് മൂന്നും വന്നിട്ടുണ്ടെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറിലോട്ട് മാറ്റിക്കൊള്ളണം. ഈസ്, ആം, ആറ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ വാസാക്കുക അല്ലെങ്കിൽ WER വേറാക്കുക. ഓക്കെ, ശരിയാ, കറക്റ്റ് ആണ്. ഓക്കെ പ്രിയ, കൃത്യമാണ്. യെസ്. ഓക്കെ 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 ഓക്കെ, ഇനി ആരെങ്കിലും? ഓക്കെ ആരതി, കൃത്യമാണ്.
യെസ്. ഓക്കെ, ഒന്ന് രണ്ടെണ്ണം കൂടി നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, രതീഷ് കറക്റ്റ് ആണ്. ഓക്കെ, ഒന്ന് ഓക്കെ, മെഹബിനി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് രണ്ടോടെ ചെയ്യാം. അതിന് മുമ്പ് വേറൊരു ആക്ടിവിറ്റി പറയുന്നത്, ഞാൻ മിസ്പ്ലറ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പറയണം. അത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ വെച്ച് ഒരു വേർഡ് ആക്കുക. അപ്പൊ ഇതിനകത്തൊരു പ്രത്യേകത ഉള്ളത്, എല്ലാ വേർഡും ദ നെയിം ഓഫ് എ പ്ലേസ്, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേരായിരിക്കും. ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഞാൻ പറയുന്ന ലെറ്ററുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളൊന്ന് എഴുതുക. ഞാൻ പറയുന്ന ലെറ്ററുകൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ അകത്തി എഴുതുക. അപ്പൊ ഞാൻ പറയുകയാണ്, ഒന്നാമത്തെ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതുക, കോമ, എ, കോമ, എൽ, കോമ, യു, കോമ, ഇ, കോമ, എൻ, കോമ, ബി, കോമ, ജി, കോമ, യു. അതൊന്നുകൂടെ പറയൂ. ബി കഴിഞ്ഞിട്ട് ജി, കോമ, യു. ഇനി ഒന്നുകൂടി പറയാം. ആറ്, എ, എൽ, യു, ഇ, എൻ, ബി, ജി, യു. അത് കറക്റ്റ് ഓർഡറിൽ വെച്ചാൽ ഇറ്റ് വിൽ ബി ദ നെയിം ഓഫ് എ പ്ലേസ്. കണ്ടുപിടിക്കും. ബാംഗ്ലൂർ ആണ് സർ. കറക്റ്റ് ആൻസർ. അപ്പൊ ഐശ്വര്യ പറയുകയും ചെയ്തു, ഐശ്വര്യ എഴുതുകയും ചെയ്തു, ഷൈനി പറയുകയും ചെയ്തു. അപ്പൊ രണ്ടുപേർക്ക് ഞാൻ ഒരു പോയിന്റ് കൂടി ഇട്ടേക്കട്ടെ. ഐശ്വര്യക്കും ഒരു പോയിന്റ് ഇട്ടേക്കാം, ഷൈനിക്കും ഇട്ടേക്കാം. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ് ബാംഗ്ലൂരു. ഓക്കെ 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 ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ പിടി കിട്ടിയല്ല. ഓക്കെ ഓക്കെ, ശരി ശരി ശരി. ഓൾ മിസ്പ്ലേസ്ഡ് വേർഡ്സ് ബിലോങ്സ് ടു a name of a place. Okay. Yes. ഇനി അടുത്ത വാചകം ഞാൻ പറയാം. എല്ലാം ക്യാപിറ്റലിൽ അകത്തി എഴുതിക്കോളൂ. രണ്ടാമത്തത് ഐ, പി, ആർ, യു, ജെ, എ. I, P, R, U, J, A. ജയ്പൂരാണ് സർ. അപ്പൊ പറഞ്ഞ ഒരാൾക്ക് ഐശ്വര്യൊക്കെ ഉണ്ട്, ജയയും പറഞ്ഞിട്ടുണ്ട്. ജയ എഴുതുകയാണ് ചെയ്തത്. അപ്പൊ ഇനി എഴുതിയെന്ന് ഒരാളെടുക്കുകയാണ്. പറയുമ്പോ പെട്ടെന്ന് പറയാൻ പറ്റും, എഴുതുന്ന ആള് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരണ്ടേ. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഐശ്വര്യക്കും ഒരു പോയിന്റ് കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരതി കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഇത് മനസ്സിലോട്ടൊന്നും വിചാരിക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ വൺ, അത്ര വിചാരിച്ചാൽ മതി. അപ്പൊ ജയക്കും ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. മൂന്നാമത്തേത് എൽ, എച്ച്, ഐ, ഡി, ഇ. ഡൽഹി. ഓക്കെ ഓക്കെ. ഡൽഹി. ആദ്യം മേഘയുടെ വെച്ചത് വന്നത്
അപ്പൊ അതുകൊണ്ട് മെഹക്ക്. അപ്പൊ പ്രിയയും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എഴുതിയതിൽ പ്രിയക്കൊരെണ്ണം കൊടുത്തു, പറഞ്ഞതില് മേഘക്കും കൊടുത്തു കേട്ടോ. ആരതി കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. ഓക്കെ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. നെക്സ്റ്റ് ആർ ഐ എസ് എ വി എ എൻ എ. ബിമിത. ഞാൻ പറഞ്ഞത് ബിമിത എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ബിമിത കറക്റ്റ് ആണ്. ആരതി കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. നെയിം ഓഫ് എ പ്ലേസ് ഈസ് വാരണാസി. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ്. ആരതി കറക്റ്റ് ആണ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ആർ യു എസ് ടി എ. സൂററ്റ് ആണോ സർ? ഓക്കെ 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 ഓക്കെ. കറക്റ്റ് ആണ് സ്ഥലം. മിയ കറക്റ്റ് ആണ്. ഐശ്വര്യ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ആരതി കറക്റ്റ് ആണ്. സൂററ്റ് ആണ്. നെയിം ഓഫ് ദ പ്ലേസ് ഈസ് സൂററ്റ്. സൂററ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ 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 ഓക്കെ. Then the last one. A B P O H L. ഭോപ്പാൽ. കറക്റ്റ് ആണ്. യെസ്. എഴുതിയതില് ആരതിയാണ് വന്നത്. എഴുതിയതിലും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഒരു ചോദ്യം പോലും പുറത്തു പോയില്ല. ഒന്നിന് നിങ്ങൾ പറയാതിരുന്നില്ല. എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു. ഓക്കെ വെരി ഗുഡ്. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിച്ചു. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പ്രിയയും ഷൈനിയും മേഘയും മിയയും സന്ധ്യാശിവവും ബിബിതയും ജയയും ഓരോ പോയിന്റ് വീതം ലഭിച്ചിട്ടുണ്ട്. ആരതിക്ക് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഐശ്വര്യക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കൂടുതൽ പോയിന്റ് ലഭിച്ചവർക്കും കുറച്ച് പോയിന്റ് ലഭിച്ചവർക്കും പോയിന്റ് ലഭിക്കാതിരുന്നവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. യെസ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. ഇനി 1-2 ചോദ്യങ്ങൾ കൂടി ചോദിക്കാം. അത് ഒരു 2 സെന്റൻസ് നമുക്ക് ഇതിൽ വന്നതിന് ശേഷം അത് ചോദിക്കാം. സെന്റൻസ് ഇൻവെർട്ടഡ് കോമ എഴുതിക്കോ. ഐ ആം സോറി. ഐ ആം സോറി. SORRY. ഐ ആം സോറി. Comma. I cannot join JOIN. Join the march. MARCH. Inverted comma close here. Said SAID. Said Ali. 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 ഇനി ഒന്നുകൂടി അത് വായിക്കാം. I am sorry, comma, I cannot join the march. എനിക്ക് ആ ജാഥയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. I am sorry. Said Ali. അലി പറഞ്ഞു. എഴുതി നോക്കി.
സന്ധ്യ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഐശ്വര്യ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കി. ഞാൻ പറയാം, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് വരും. ആ യെസ്, അപ്പൊ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ. ഓക്കെ, ജയ സുനീഷ് ചെറിയൊരു മിസ്റ്റേക്ക് എന്നത് പറ്റിയിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്കിവിടെ വാചകത്തിലോട്ട് വരാം. ആ ജോയിന്റ് അല്ല ജോയിൻ. ഓക്കെ ഓക്കെ, പ്രിയ കറക്റ്റ് ആണ്. അപ്പൊ ഓക്കെ ആരതി. ഓക്കെ 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 യെസ്. അപ്പൊ ഇതിനകത്ത് രണ്ട് ടെൻസ് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് നോക്കി, ഐ ആം സോറി. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വാസ് അല്ലെങ്കിൽ വേറെ ആക്കി അവിടെ എഴുതണം. ഹി കാനോട്ട് ജോയിൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് കണ്ടീഷണൽ ഫോം വേണ്ടി. ക്യാൻ ആണെങ്കിൽ കുഡ്, ഷാൽ ആണെങ്കിൽ ഷുഡ്, മേ ആണെങ്കിൽ മൈറ്റ്, വില്ലാണെങ്കിൽ വുഡ് കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ക്യാൻ വന്നതിന്റെ കുഡും ഉപയോഗിക്കണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? അരി സെഡ് ദാറ്റ് ഹി വാസ് സോറി. ഐ ആം സോറി എന്നുള്ളത് ഹി വാസ് സോറി, കോമ ഐ കനോട്ട് ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പൊ ഹി വാസ് സോറി, ഹി ക്യാൻ എന്നുള്ളത് എന്താക്കണം? കുഡ് ആക്കാം. ഹി കുഡ് നോട്ട് ജോയിൻ ദ മാർച്ച്. ഹി കുഡ് നോട്ട് ജോയിൻ ദ മാർച്ച്. യെസ്, സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ കോമന്റ് എഴുതുക. വൈ ആർ യു going on? Why are you going on strike? S-T-R-I-K-E, strike. Why are you going on strike? Inverted comma close here. Inverted comma close here. സർ ഒന്നുകൂടെ പറയോ? No? പറയോ? വൈ ആർ യു ഗോയിങ് ഓൺ, അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? Strike, samaram. S-T-R-I-K-E, strike. Why are you going on strike? Inverted comma close here. The reporter said. Reporter said. The reporter said. Okay, Aradi. Inverted comma. Why are you going on, G-O-I-N-G, going on strike, S-T-R-I-K-E, S-T-R-I-K-E. Inverted comma close here. The reporter said, R-E-P-O-R-T-E-R, reporter said. റിപ്പോർട്ടർ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത്? ഓക്കെ, പ്രിയ കറക്റ്റ് ആണ്.
Okay, Aridi. Yes. The reporter asked why I was going on a strike. I why we were going on strike. Why we were going on strike. Okay. Yes. ഞാൻ വേറെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഓൾ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോ ഓണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ കൂടി ചോദിച്ചിരുന്നു. ഓണം ഇതിപ്പോ ദീപാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ദീപാവലി ഓർ ദീപാവലി, ദീപാവലിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ 13 പേരല്ലേ ഉള്ളു. അപ്പൊ ഗ്രൂപ്പ് ഒന്നും ആക്കണ്ടല്ലോ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. ഓക്കെ, വെരി സിമ്പിൾ. അപ്പോ ഉത്തരം പറയുന്നവരിൽ നിന്ന് എഴുതുന്നവർക്ക് എഴുതി വരുമ്പോഴേക്കും ആദ്യത്തെ ആളെ ചിലപ്പോ വിളിച്ചു പറയും. അപ്പോ ഒരു ഏറ്റവും ആദ്യം എഴുതുന്ന ആളെയും ഏറ്റവും ആദ്യം പറയുന്ന ആളെ എടുക്കുക. കാരണം എഴുതുന്നതിന് മുമ്പ് പറയണം കേട്ടോ. എഴുതി കഴിഞ്ഞതിന് ശേഷം പറയുകയാണെങ്കിൽ എടുക്കണ്ട. യെസ്, ഓക്കെ. ഞാൻ ചോദിക്കാം, സിമ്പിൾ ചോദ്യം. ഇതാണ്: വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ദിവാലി or Deepavali? What is the meaning of the word Diwali? Color of light, sir. Color of light അല്ല. പ്രിയ എഴുതിയേക്കണേ വായിച്ചു. ലൈറ്റ് എന്ന് എഴുതിയേക്കണേ. Sir, row of lights ആണോ? Row of lights. ഓക്കെ, ഇവിടെ മിയ എഴുതി. ആരതിയും പറഞ്ഞത് കറക്റ്റ് ആണ്. റോ ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. ആരതി പറഞ്ഞത് കറക്റ്റ് ആണ്. മിയ ഇവിടെ എഴുതിയതും കറക്റ്റ് ആണ്. അപ്പൊ ഇറ്റ് ഈസ് റോ ഓഫ് ലൈറ്റ് എന്നാണ്. റോ, ROW, റോ ഓഫ് ലൈറ്റ് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ലാംഗ്വേജ് does the word Deepavali come from? Which language does the word Deepavali come from? Sir, Sanskrit word. Sanskrit. Yes. ഇനി ആർക്കെങ്കിലും? അപ്പോ ആരതിയല്ല സംസ്കൃതം എന്ന് പറയുന്നത്. ജയ തമിഴ് എന്ന് പറയുന്നു. ആരതി സംസ്കൃതം പറഞ്ഞത്. ഓക്കെ. ആരതിന്റെ ആൻസർ കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ സംസ്കൃത് ആണ്. ഓക്കെ ആരതി, യു ആർ റൈറ്റ്. ഓക്കെ. അപ്പൊ the language, which language does the word Deepavali come from is Sanskrit. Next question: what is the theme, THEME, theme of the festival Diwali? What is the theme of THEME, theme of the festival Diwali?
What is the The victory of good over evil ആണോ? victory of good over evil? Okay, അവിടെ നിൽക്കട്ടെ ആരതി. Okay, ഇനി ആർക്കെങ്കിലും? Yes, anybody? Okay. അപ്പൊ ആരും വേറെ ആരും പറയാത്തത് കൊണ്ട് ഞാൻ ആരതിക്ക് തന്നെ പോയിന്റ് കൊടുക്കുകയാണ്. കറക്റ്റ് അതല്ല, ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും ഏതാണ്ട് ആശയത്തോട് അടുത്ത് നിൽക്കുന്ന ആശയം പറഞ്ഞ ആരതി ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ ഇതാണ്. വാട്ട് ഈസ് ദ തീം ഓഫ് ദ ഫെസ്റ്റിവൽ Diwali? The victory of light over darkness. The victory of light over darkness. അന്ധകാരത്തിന്റെ മുകളില് ലൈറ്റ് നേടുന്ന, പ്രകാശം നേടുന്ന വിജയം. വിക്ടറി ഓഫ് ലൈറ്റ് ഓവർ darkness. Then next question. What are the lamps, 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 വിളക്ക്, that will light during Diwali? What are the lamps, LAMPs, that will light during Diwali? What are the lamps? Clay. അത് അല്ല ബിയ, വേറൊരു പേരുണ്ട് അതിന്. Diyas ആണോ സർ? കറക്റ്റ് ആൻസർ ദിയ. ആ ലാമ്പിന് പറയുന്ന പേരാണ് ദിയ. ദിയ. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ആരതി കേരളത്തിന് പുറത്ത് പോയി താമസിച്ചിട്ടുണ്ടോ? ഇല്ല സർ, ഞാൻ സാൻസ്ക്രിറ്റ് പഠിച്ചിട്ടുണ്ട്. യെസ് 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 യെസ്. കേരളത്തിന് പുറത്ത് പോയിട്ട് താമസിച്ചിട്ടുള്ളവരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ദിയ, ആ വേർഡ് അതാണ് ദിയ. യെസ്. അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ തന്നെ പറയാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിൻ്റെ അകത്ത് ഏത് ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ചോദ്യം ഇതാണ്. വെൻ ഈസ് ദീപാവലി celebrated? When is Deepavali celebrated? രണ്ട് ആൻസർ ഉണ്ട്. അതിൽ ആൻസർ നമ്പർ 1, ഫുൾ മൂൺ നൈറ്റ്. രണ്ടാമത്തത് ന്യൂ മൂൺ ലൈറ്റ്. ആൻസർ 1 ഫുൾ മൂൺ നൈറ്റ്. രണ്ടാമത്തത് ന്യൂ മൂൺ ലൈറ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? മിയ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ന്യൂ മൂൺ നൈറ്റ്. രതീഷും പറഞ്ഞത് കറക്റ്റ് ആണ്. മിയ ആദ്യം പറഞ്ഞത് കൊണ്ട് മിയക്ക് തന്നെ പോയിന്റ് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, രതീഷിന് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ, ന്യൂ മൂൺ നൈറ്റ്. ഓക്കെ ആരതി, കറക്റ്റ് ആണ്. യെസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീപ്പിൾ during the Deepavali season, people decorated their houses with patterns of colors. People decorated their houses with patterns of colors. What is it called? What is it called? CILLD. What is it called?
മിയയുടെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആൻസർ ആണ്. യെസ്, ദാറ്റ് ഈസ് രംഗോലി. വ്യത്യസ്തങ്ങളായ കളർ കൊണ്ട് നമ്മൾ വീടുകൾ അലങ്കരിക്കുന്നതിന് ഇറ്റ് ഈസ് കോൾഡ് രംഗോലി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് മിയ, കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many days are Diwali celebrated? How many days are Diwali celebrated? മിയയുടെ ഉത്തരം കിട്ടി 10. 5 days. 5. ഓക്കെ, അപ്പോ 5 ഡേ എന്നുള്ളതാണ് മിയ കറക്റ്റ് ആൻസർ. അപ്പൊ അതുകൊണ്ട് ആരതിക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, 5 ഡേ. ഓക്കെ 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 ഓക്കെ, യെസ്. അപ്പോ ആരതിയും മിയയും തമ്മിലുള്ള മത്സരം പോലെയാണ് പോണത് അല്ലേ? വെരി ഗുഡ്, 2 പേരേ ഉള്ളൂ സ്കോർ ബോർഡിൽ. യെസ്, 5 days it is celebrated. Then next is very easy question. What is the common sweet, SWEET, sweet distributed in Diwali? What is the common sweet distributed during Diwali? Sir, gulab jamun ആണോ? അല്ല, രതീഷ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ലഡു. ഓക്കെ, അപ്പോ അത് രതീഷിന്റെ ആൻസർ ഒരു പോയിന്റ് കൊടുക്കുകയാണ് രതീഷ്. ഓക്കെ, ലഡു ഇസ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which part of India? Question is this: in which part of India is Diwali celebrated as Kali Puja? In which part of India is Diwali celebrated as Kali Puja? രാജസ്ഥാനാണോ സർ? രാജസ്ഥാനല്ല. സർ, വെസ്റ്റ് ബംഗാൾ ആണോ? Is West Bengal is a correct answer. Okay, 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 okay. It's a correct answer. Okay, okay. Aradi, very good. Then next question. What do the families often buy, buy to symbolize prosperity during the Diwali season? What do the families often buy to symbolize prosperity? What do the families often buy to symbolize prosperity? Yes. നമ്മളെ കൂടെ വാങ്ങുന്ന അതേ ഐറ്റംസ് തന്നെ. ആരും പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഉത്തരം പറയാണ്. ഇറ്റ് ഈസ് ഗോൾഡ് കോയിൻ. ഇറ്റ് ഈസ് ഗോൾഡ് കോയിൻ. ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയായിട്ട് ആളുകൾ ആ സീസണിൽ അത് വാങ്ങാറുണ്ട്. ഇറ്റ് ഈസ് എ ഗോൾഡ് കോയിൻ. യെസ്. Then last question.
What is the oil? What is the oil traditionally used in diyas? Diya എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, വിളക്കിന് പറയുന്ന പേരാണ്. What is the oil traditionally used in diyas? What is the oil traditionally used in diyas? Mustard oil ആണോ സർ? It's a correct answer. Mustard oil. Correct answer. Very good, very good, very good. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ആരതിക്ക് അറിയാവുന്നതാണ്. അതാണ് ആരതി കൃത്യമായിട്ട് പറഞ്ഞ ആൻസർ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോ എല്ലാവരും ഉത്തരം പറഞ്ഞു, എല്ലാവർക്കും ഉത്തരം അറിയാവുന്നവരുണ്ടാവും. ചിലപ്പോൾ കുറച്ച് താമസിച്ച് പറഞ്ഞത് കൊണ്ട് പോയിന്റ് രേഖപ്പെടുത്താൻ വിട്ട് പോയതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോ രതീഷിന് ഒരു പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, മിയക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആരതിക്ക് 7 പോയിന്റും ലഭിച്ചിട്ടുണ്ട്, എനിക്ക് 1 പോയിന്റും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്കോർ നിലവാരം. ഇതൊരു മത്സരമല്ല. ഓക്കെ ഓക്കെ, കൺഗ്രാജുലേഷൻ ഒക്കെ വരുന്നുണ്ട് ആരതിക്കും മിയക്കും. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, വെരി സിമ്പിൾ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്താണ് നിങ്ങളുടെ ക്ലാസ് അവസാനിക്കണമെന്ന് പറഞ്ഞോ ടീച്ചർ? പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമ്മള് തമ്മില് ചിലപ്പോ 1-2 പ്രാവശ്യം കാണുമായിരിക്കും. ചിലപ്പോ ഒരു പക്ഷേ ഏതെങ്കിലും വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സബ്ജക്ട് തീർന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് സമയം ടീച്ചർ എടുക്കുമായിരിക്കും. അപ്പോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? നിങ്ങൾക്ക് എങ്ങനെ എന്ത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു? വാട്ട് ഈസ് യുവർ ഫീലിംഗ്? അഭിപ്രായം പറയുന്നില്ല. രതീഷ് പറയുന്നു ഗുഡ് എന്ന്. യെസ് സർ, ക്ലാസ്സിനെ കുറിച്ചാണോ പറയാൻ പറഞ്ഞേ? അത് തന്നെ അത് തന്നെ. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു സാർ. സംസാരിക്കാനൊക്കെ ഒരു ധൈര്യം തുടങ്ങിയത് സാറാ സ്പീക്കിംഗ് ആക്ടിവിറ്റി തുടങ്ങിയ സമയത്താണ്. വളരെ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ആ ക്ലാസ്സുകൾ. കണ്ടിന്യൂസ് ആയിട്ട് ചില ദിവസങ്ങളിൽ സാറ് സ്പീക്കിംഗ് ആക്ടിവിറ്റി തന്നിരുന്നല്ലോ. അപ്പൊ ആ നല്ലൊരു ഫ്ലോയില് തെറ്റാണെങ്കിൽ പോലും അത് പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. അതെ സർ, സാറിന്റെ ക്ലാസ് കിട്ടിയത് കൊണ്ട് ഒരു വിധമെന്നല്ല, ഒരു ധൈര്യം വന്നതെന്ന് പറയാം. ഇംഗ്ലീഷ് ഒരു പേടി ഇച്ചിരി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അടുത്തൊരു വിഷയം പറയാം. ഈ അടുത്ത ദിവസം അപ്പോ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് പ്രിയ ജോസിനോടാണ്. ചോദ്യം അല്ല വേണ്ട, പ്രിയയോട് നേരത്തെ ചോദിച്ചു. ഐശ്വര്യ ശിവദാസ്. ഐശ്വര്യ സാർ, ചോദ്യം ഐശ്വര്യയോടാണ്. പക്ഷെ ചോദിക്കുന്ന ചോദ്യം ഐശ്വര്യ കഴിഞ്ഞ് പ്രിയ, മിയ, ഇത് ഞങ്ങൾ എല്ലാവരും സന്ദേശവും എല്ലാവരും വരിക. ചോദ്യം ഇതാണ്: ഈ അടുത്ത ദിവസം നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാർ ഒരു പ്രസ്താവന പറഞ്ഞിരുന്നു. ആ പ്രസ്താവന ഇതാണ്: സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ വിഷമയമാണ് എന്നൊരു വാചകം പുള്ളി പറഞ്ഞിരുന്നു. പത്രപ്രവർത്തകരുടെ ഒരു ചോദ്യം വന്നപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വാചകം പുള്ളി പറഞ്ഞത്. അപ്പൊ കുറച്ചു പേര് അതിനെ അനുകൂലിച്ചു. ശരിയാണ്, പ്രേംകുമാർ പറഞ്ഞത് കറക്റ്റാണ്. സീരിയലിൽ ഒരു സെൻസറിങ് അത്യാവശ്യമാണ്. അതൊരു സ്റ്റാൻഡേർഡ് പോകുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചു പേര് അതിനെ സപ്പോർട്ട് ചെയ്തു. കുറച്ചു പേര് അതിനെ നെഗറ്റീവായിട്ട് പറഞ്ഞു. അതായത് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം തെറ്റാണ്,
വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടമ്മമാർ വരുമ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമാണ് ഈ സീരിയൽ കാണുന്നത്. സീരിയല് പോലെ കണ്ടങ്ങോട്ട് പോകുമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല. പിന്നെ സീരിയലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്. അത് അഭിനയിക്കാനായാലും അഭിനയിക്കാതെ ഉള്ള ടെക്നിക്കൽ സൈഡ് ആയാലും അങ്ങനെ ധാരാളം ജോലി ലഭിക്കുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് പ്രേംകുമാർ പറഞ്ഞത് ശരിയായില്ല എന്ന അഭിപ്രായം കൂടി വന്നു. അപ്പൊ രണ്ട് അഭിപ്രായവും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു. ഇനി ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ഇംഗ്ലീഷിൽ പറയുന്നു, അത് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നു പറയാം. ഞാനിപ്പോ സീരിയലിനെ അനുകൂലിച്ച് പറഞ്ഞാൽ ഞാൻ ഇത്തിരി ഗ്രേഡ് കുറഞ്ഞു പോയതായിട്ട് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന് ചിന്തിക്കണ്ട. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണോ നിങ്ങളുടെ അഭിപ്രായം അത് നിങ്ങൾ പറയുന്നത്. എന്റെ അഭിപ്രായം എന്നതാണ്. അത് ശരിയാവാൻ തെറ്റാവും. മൈ ഒപ്പീനിയൻ ഈസ് ദിസ്. ഓക്കെ, ഐശ്വര്യ തുടങ്ങി വെച്ചോളൂ. സർ കുറച്ച് കടുകട്ടി സബ്ജക്റ്റ് ആയി പോയി. ഇത് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും എന്നുള്ള ആലോചിച്ചിരിക്കുക ഞാൻ. പറയാൻ ഒരുപാടുണ്ട് അല്ലേ? അതെ. ഒരു വശത്ത് തുടങ്ങിക്കോ. അത് തുടങ്ങി കഴിയുമ്പോൾ തന്നെ വന്നോളൂ. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആരംഭിച്ചു. ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിക്കോ. In my opinion, അല്ല പറഞ്ഞോട്ടോ. ഒരു പ്രിയ ജോസ്, മിയ, സന്ധ്യ ഷിബു, രതീഷ് ഒക്കെ റെഡിയായിട്ട് വെച്ചോട്ടോ. സുവീഷ് മനസ്സിലൊരു പോയിന്റുകളൊക്കെ റെഡിയാക്കി വെച്ചോ. അപ്പോഴേക്കും ഐശ്വര്യ പറഞ്ഞു കഴിയട്ടെ. ഓക്കെ, പറഞ്ഞോളൂ ഐശ്വര്യ. ശ്രദ്ധ. in my opinion is whatever it is, cinema or serial, we should take from only good things from we see. Okay. അതിന്റെ ഉള്ളിലെ നല്ല വശങ്ങൾ മാത്രം എടുക്കണമെന്നുള്ള പറഞ്ഞു. ഓക്കെ, എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ള പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുവോ വിയോജിക്കുന്നുവോ അത് ഞാൻ ചോദിക്കുകയാണ്. Not fully agree to his opinion. യെസ്, പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഓക്കെ, പറഞ്ഞോളൂ. Not only serial, but also cinema. We can take only good things that can be practical in life, not bad things. Yes. സിനിമയായാലും സീരിയലായാലും നല്ല കാര്യങ്ങൾ മാത്രമായാലും നമ്മൾ എടുത്താൽ മതി. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മോശമായതാണെങ്കിൽ രണ്ടിലും എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, അത് പിടികിട്ടി. ഓക്കെ, ഒരു ഐഡിയ കിട്ടി, നമുക്ക് മനസ്സിലായി. ഓക്കെ, കറക്റ്റ് ആണ്, പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, ഇനി അടുത്തതാരാണ്? പ്രിയ ജോസ്. Yes. പറഞ്ഞോളൂ പ്രിയ. I am not agree with him. Yes. Serial is not completely wrong. Yes. It is only an entertainer program. Yes. Serial takes only short time program. Yes. Finally, ഒരു മിനിറ്റ്. നോ പ്രോബ്ലം. We do not consider it as a serious matter. Yes.
We take only good things and entertainer program. Yes. So it is not badly affected our families, all families. Yes. Okay. Yes. Okay. Sandhya Shibu, Yeah, okay, sir. your opinion about it. What is your In my opinion, is cinema or serial. If entertainment, yes. okay, or no follow this character that follow a situation. Yes. Then not. No. പറഞ്ഞോ തെറ്റിക്കോട്ടെ, no problem. Do you agree with the opinion of Prem Kumar, the chairman of Chanichitra Academy? No. No. Yes. No. Because Have you the habit of seeing serials, Sandhya? sir, clear ആയില്ല. Have you the habit of seeing serials? No. 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 Yes. No. Yes. My mother see the serial. Yeah. Okay. Most of the mothers, grandfathers. Entertainment. Okay. അപ്പൊ ഓക്കെ സന്ധ്യ, ഓക്കെ. ആരതി, കേൾക്കുന്നുണ്ട് സർ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എനിക്ക് സാറേ നോക്കട്ടെ. ആരതിക്ക് ചുറ്റും നോക്കുമ്പോ വീട്ടിലോട്ടൊക്കെ നോക്കുമ്പോ ആരതിക്ക് തോന്നുന്ന അഭിപ്രായമില്ലേ? ആ അഭിപ്രായങ്ങളുടെ അഭിപ്രായം, അതാണ് താഴെ അഭിപ്രായം. വേറെ ഒന്നും നോക്കണ്ട. എനിക്ക് ഇങ്ങനെയാണ്, ഇൻ മൈ ഒപ്പീനിയൻ ഇതാണ് എന്ന് പറഞ്ഞാൽ മതി. In my opinion, broadcaster published in several separated parts. Yes. One after another serial drama. Yes. She is currently filming a serial drama. Yes. Serial novels, and Dickens is best known for the serial novel. Yes. And Christmas Carol, which was published over a series of months. Yes. പിന്നെ do you agree with the opinion of Prem Kumar? Agree or disagree? അത് യോജിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വിയോജിക്കാം. Disagree. Yes. Okay. Shaini Matthew. Yes, sir. What is your opinion? Shaini, അഭിപ്രായം പറയും. My opinion is disagree. I disagree. Okay. എന്തുകൊണ്ടാണ് ഡിസഗ്രി ചെയ്യുന്നത് എന്നുള്ളൊരു ഒന്ന് രണ്ട് കാരണങ്ങൾ പറഞ്ഞാൽ കറക്റ്റ് ആയി. ഡിസഗ്രി ചെയ്യുമ്പോൾ ഞാൻ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഡിസഗ്രി ചെയ്യുന്നത്, അതിൽപ്പെട്ട ഒന്നോ രണ്ടോ കാരണങ്ങൾ പറഞ്ഞാൽ യുവർ ആൻസർ ഈസ് കംപ്ലീറ്റ്. Serious cinemas are just entertaining program. Yes. We not for influence that problem. Yes.
just take good things. Yes. Any other point? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഗഹനമായിട്ടുള്ള പ്രതീക്ഷിച്ചു എല്ലാവരിൽ നിന്ന്. അപ്പൊ നിങ്ങളൊന്ന് മെന്റലി ഒന്ന് പ്രിപ്പയർ ആയിരിക്കും അടുത്ത പ്രാവശ്യത്തെ ക്ലാസ്സിലേക്ക് സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, ബൈ ബൈ. Thank you, Thank you, sir. sir.